വിധിയുടെ അലംഘനീയ അവസ്ഥയാണ് സ്ഥായിയായ സത്യം. രാമായണത്തിന്റെ അന്തസ്സത്തയും അതുതന്നെ. മഹാരഥനായ ദശരഥനോ ദശരഥന്റെ അമ്പേറ്റു മരിക്കേണ്ടി വന്ന മുനികുമാരനോ അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. അതുകൊണ്ടുതന്നെ വൃദ്ധദമ്പതികളുടെ ശാപം ദശരഥനുമേൽ ദുരന്തത്തിന്റെ കിരീടമായി. അവസാനം അനിവാര്യമായ വിധി ദശരഥനെ പുത്രദുഃഖം മൂലമുള്ള മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എഴുത്തച്ഛന്റെ മാനവിക ദർശനത്തെ കാണിക്കുന്ന ഭാഗമാണ് ദശരഥൻ എന്ന കഥാപാത്രം. ഇക്ഷ്വാകു വംശത്തിലെ അജമഹാരാജാവിന്റെയും ഇന്ദുമതി എന്ന രാജ്ഞിയുടെയും പുത്രനും പിന്തുടർച്ചക്കാരനും അയോധ്യയിലെ രാജാവുമായിരുന്നു ദശരഥൻ. ദശരഥന്റെ യഥാർത്ഥ നാമം നേമി എന്നായിരുന്നു. രഥം ഏകകാലത്തിൽ 10 ദിക്കുകളിലേക്കും അഭിമുഖമാക്കിക്കൊണ്ട് സാരഥ്യ വൈദഗ്ധ്യത്തോടുകൂടി സമരചാതുര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്ന് ദശരഥൻ എന്ന പേര് ലഭിച്ചു. ദശരഥൻ നായാട്ടിൽ കമ്പക്കാരനായിരുന്നു. ഒരിക്കൽ യൗവനത്തിന്റെ മദത്തിൽ രാത്രിയിൽ അമ്പും വില്ലുമേന്തി കാട്ടിൽ നദീതീരത്ത് നിൽക്കുമ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെ ശബ്ദം കേട്ടു. ഉടൻ ശബ്ദവേദിയായ അസ്ത്രം തൊടുത്തുവിട്ടു. ഹാ, ഞാൻ മരിക്കുന്നു. ഒരാൾക്കും ഒരപരാധവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ആരെന്നെ കൊന്നു എന്നൊരു ദയനീയ ശബ്ദമുയർന്നു. ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അമ്പേറ്റു പിടയുന്ന ഒരു മുനികുമാരനെയാണ് അവിടെ കണ്ടത്. ദാഹിച്ചു വലഞ്ഞ അന്ധരായ മാതാപിതാക്കൾക്ക് പുഴയിൽ നിന്ന് കുടത്തിൽ വെള്ളമെടുക്കാൻ വന്ന ശ്രവണൻ എന്ന മുനികുമാരനായിരുന്നു അത്. ഞാൻ ദശരഥനാണ്. ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അസ്ത്രം തൊടുത്തത്. അപരാധം ക്ഷമിക്കണം എന്നു പറഞ്ഞ് നമസ്കരിച്ചു. ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന അന്ധരും വൃദ്ധരുമായ മാതാപിതാക്കൾക്കു വേണ്ടി വെള്ളമെടുക്കാൻ വന്നതാണ് ഞാൻ. വൈശ്യനായതിനാൽ അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകില്ല. അവർക്ക് വേഗം ജലം കൊണ്ടു കൊടുത്ത് മാപ്പപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർ ശപിച്ച് ഭസ്മമാക്കും. ഇതു പറഞ്ഞ് മുനികുമാരന്റെ മാറിൽ നിന്നും അമ്പ് വലിച്ചൂരിയപ്പോൾ അയാൾ മരിച്ചു. ദശരഥൻ കുടത്തിൽ വെള്ളവുമെടുത്ത് അന്ധരും വൃദ്ധരുമായ താപസ്വികളിരുന്ന സ്ഥലത്തെത്തി. വിശപ്പും ദാഹവും കൊണ്ടിതാ മരിക്കാറായി. വെള്ളമെടുക്കാൻ പോയ മകൻ എങ്ങാണ് ഈശ്വര? കുഞ്ഞെ, നീയും ഞങ്ങളെ ഉപേക്ഷിച്ചോ? കാൽപ്പരിമേറ്റം കേട്ട് വേഗം വരൂ, തൊണ്ട പൊട്ടുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു. ദശരഥൻ ഭയന്നു വിറച്ചു. കാൽക്കൽ വീണുകൊണ്ട് ഞാൻ അയോധ്യാധിപനായ ദശരഥനാണ്, ചെയ്തുപോയ അപരാധം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നടന്ന സംഭവം വിവരിച്ചു. ഞങ്ങളുടെ മകൻ കിടക്കുന്നിടത്തേക്ക് ഞങ്ങളെ വേഗം എത്തിക്കുക എന്നവർ പറഞ്ഞു. രണ്ടുപേരെയും ചുമലിലെടുത്ത് മുനികുമാരന്റെ ശവം കിടന്ന സ്ഥലത്ത് കൊണ്ടുചെന്നു. മകനെ തലോടിക്കൊണ്ട് ദയനീയമായി അവർ നിലവിളിച്ചു. ഉടനെ വലിയൊരു ചിത കൂട്ടാൻ തപസ്വികൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം അപ്രകാരം ചെയ്തു. മുനികുമാരന്റെ ദേഹം ചിതയിൽ വച്ചു. ആ സമയത്ത് താപസൻ നീയും പുത്രദുഃഖത്താൽ മരിക്കാനിടയാകട്ടെ എന്ന് ശപിച്ചു. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. മൂത്തപുത്രനായ ശ്രീരാമൻ വനവാസത്തിന് പോയതിന്റെ ദുഃഖഭാരത്താൽ ദശരഥൻ മരണം വരിക്കുന്നു. അതിസ്നേഹം, അത്യാസക്തി ഇവ ആപത്തിനും ദുഃഖത്തിനും കാരണമായി തീരുമെന്നറിഞ്ഞ് അനാസക്തനായി നിസ്സംഗനായി ജീവിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന തത്വം ദശരഥന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു.